നമസ്കാരം. റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ജനുവരിയുടെ തുടക്കത്തിൽ പോലും സൗദി അറേബ്യ വിടുന്നത്, അൽ ഹിലാൽ വിടുന്നത് താൻ പ്രതീക്ഷിച്ചിരുന്നില്ല. അവിടെ തുടരാൻ ആഗ്രഹിച്ചിരുന്നു, അവിടെ താൻ ഹാപ്പി ആയിരുന്നു, ഫാമിലി ഹാപ്പി ആയിരുന്നു. പക്ഷേ കളിക്കണമല്ലോ, കളിക്കാതിരിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് തിരികെ സാന്റോസിലേക്ക് എത്തുന്നത്. നെയ്മർ ജൂനിയർ കാര്യം തുറന്നങ്ങ് പറയുകയാണ്. ഇപ്പോൾ നെയ്മറുടെ പ്രസന്റേഷൻ സാന്റോസ് നടത്തിയിരിക്കുന്നു. മാധ്യമപ്രവർത്തകർ അതിനോടനുബന്ധിച്ചുണ്ടായ പ്രസ് കോൺഫറൻസിലാണ് നെയ്മർ ജൂനിയർ മനസ്സ് തുറക്കുന്നത്. അദ്ദേഹം പറയുന്നു, ഫുട്ബോളിൻ്റെ ലോജിക്കിന് അപ്പുറമുള്ള ചില തീരുമാനങ്ങൾ ഞാൻ എടുത്തു. അതിൽ ചിലതൊക്കെ വളരെ ഇമ്പാക്റ്റ്ഫുൾ ആയിരുന്നു. തീർച്ചയായിട്ടും ഞാൻ കളിക്കളത്തിലേക്ക് മടങ്ങിയെത്താൻ പോകുന്നു. ഞാൻ ഒരു കാര്യം തുറന്നു പറയട്ടെ, ജനുവരിയുടെ തുടക്കത്തിൽ ഞാൻ ഒരിക്കലും തിരികെ സാന്റോസിലേക്ക് എത്തും എന്ന് പോലും കരുതിയിരുന്നില്ല. സൗദി വിടുമെന്ന്, അൽ ഹിലാൽ വിടുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയിരുന്നില്ല. ഈ ജനുവരിയുടെ തുടക്കത്തിൽ പോലും എൻ്റെ ഫാമിലി അവിടെ ഹാപ്പി ആയിരുന്നു, ഞാനും വളരെയധികം ഹാപ്പി ആയിരുന്നു. പക്ഷെ കളിക്കാൻ ഞാൻ ആഗ്രഹിച്ചിരുന്നു, ട്രെയിനിങ് മാത്രമല്ലല്ലോ. സോ പിന്നീട് കാര്യങ്ങൾ മാറി, ഈ ഒരു തീരുമാനത്തിലേക്ക് എത്തേണ്ടി വന്നു. എൻ്റെ ട്രെയിനിങ് സമയത്ത് തീർച്ചയായിട്ടും അതുപോലെ എൻ്റെ ഡേ ടു ഡേ ലൈഫിലൊക്കെ തീർച്ചയായിട്ടും ഞാൻ ദുഃഖിതനായി തുടങ്ങി. കാരണം കളിക്കാൻ അവസരം ലഭിക്കുന്നില്ല, അതൊരിക്കലും എനിക്ക് നല്ലതായിരുന്നില്ല. സോ വീണ്ടും തിരികെ എത്താനുള്ള ഒരു അവസരം വന്നു. അത് അങ്ങനെയുള്ള അവസരങ്ങൾ രണ്ടാമത് വരില്ലല്ലോ. സോ ഞാൻ ഓൾറെഡി എൻ്റെ പിതാവിനോട് പറഞ്ഞു, എനിക്ക് തിരികെ പോകണം, സാന്റോസിലേക്ക് തിരികെ പോകണമെന്ന്. അദ്ദേഹമാണ് പിന്നീട് കാര്യങ്ങളൊക്കെ ഏറ്റെടുത്ത് നടത്തിയത്. എല്ലാവരും ഇപ്പോൾ ഹാപ്പിയാണ്, എൻ്റെ ഫാമിലി ഹാപ്പിയാണ്, എൻ്റെ ഫ്രണ്ട്സ് ഹാപ്പിയാണ്. തീർച്ചയായിട്ടും എൻ്റെ ആ ഒരു എനർജി എനിക്ക് തിരികെ പിടിക്കാൻ കഴിയുന്നു. ഇവിടെ ഞാൻ കാൽ വെക്കുമ്പോൾ ആ 17കാരനായിട്ട്, മുമ്പ് ഇവിടെ കളിച്ച 17കാരനായിട്ടുള്ളൊരു ഫീലാണ് എനിക്കുള്ളത്. വളരെ എക്സൈറ്റഡ് ആണ്, കളിക്കാൻ വളരെയധികം ആകാംക്ഷയോടുകൂടി കാത്തിരിപ്പാണ് എന്ന് തന്നെ നെയ്മർ പറയുന്നു. ഇവിടെ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റ് ഓഫ് എത്താം.